ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. അമ്മയെ കഴുത്തിരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മകൻ ആത്മഹത്യ ചെയ്തതാണെന്ന് സൂചന. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു കുടുംബം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച ഇരിങ്ങാലക്കുടയിൽ തുടക്കമാകും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ 8500ഓളം മത്സരാർത്ഥികൾ ഭാഗമാകും. തൃശൂരിൽ ക്യാമറ ഷോപ്പിൽ നിന്നും 14 ലക്ഷം രൂപ വരുന്ന ക്യാമറകൾ മോഷ്ടിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. മാനന്തവാടി സ്വദേശി ഫൈസലാണ് പിടിയിലായത്. വരന്തരപ്പള്ളിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. വരാക്കര പള്ളിക്കുന്ന് പ്രദേശത്തേക്കുള്ള പമ്പിംഗ് നിർത്തിവെച്ചു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച കോഴികളെ തെരുവുനായ്ക്കൾ കൊന്നൊടുക്കിയ സംഭവത്തിൽ രൂക്ഷമായ പ്രതിഷേധവുമായി ഭക്തജനങ്ങൾ. ദേവസ്വം അധികൃതർക്ക് വീഴ്ച സംഭവിച്ചതായി ഭക്തർ. വിശദാംശങ്ങളിലേക്ക്. ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മകൻ ആത്മഹത്യ ചെയ്തതാണെന്ന സൂചന. ചെന്തങ്ങ് ബസാർ വില്ലനശ്ശേരി പരേതനായ മോഹനന്റെ ഭാര്യ വനജ, മകൻ വിജേഷ് എന്നിവരെ ശനിയാഴ്ചയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വനജയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഇവരെന്നും ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനാകാതെ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും അറിവായിട്ടുണ്ട്. വിജേഷിന്റെ അച്ഛൻ മോഹനൻ വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തതാണ്. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നുള്ള മനോവിഷമത്താൽ വിജേഷ് അമ്മയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതായാണ് പ്രാഥമിക നിഗമനം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച ഇരിങ്ങാലക്കുടയിൽ തുടക്കമാകും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ 8500ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കും. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളാണ് പ്രധാന വേദി. 22 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം TCV സമഗ്രമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കും. റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 100 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. ഇതോടനുബന്ധിച്ച് റൂറൽ SP നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. പാർക്കിങ്ങിനായി നിർദ്ദേശിച്ച സ്ഥലങ്ങളിൽ മാത്രം വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണ്. ഗതാഗത തടസ്സമുണ്ടാകുന്ന വിധത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് പോലീസ് അറിയിച്ചു. തൃശൂർ നഗരത്തിലെ പ്രമുഖ ക്യാമറ ഷോപ്പിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന ക്യാമറകൾ മോഷ്ടിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. വയനാട് മാനന്തവാടി സ്വദേശി കുളത്തിങ്കൽ ഫൈസലാണ് പിടിയിലായത്. ഈ മാസം 10-ാം തീയതിയാണ് നഗരമധ്യത്തിലെ സ്ഥാപനത്തിൽ നിന്നും 14 ലക്ഷത്തോളം രൂപ വില വരുന്ന സാധനങ്ങൾ മോഷണം പോയത്. സമീപ പ്രദേശങ്ങളിലെ ക്യാമറകൾ പരിശോധിച്ചും സമാനമായ കുറ്റകൃത്യം ചെയ്ത ആളുകളെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണമാണ് ഫൈസലിലേക്ക് എത്തിയത്. അസിസ്റ്റന്റ് കമ്മീഷണർ KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച ക്യാമറകൾ പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുരിയച്ചിറയിലുള്ള പെട്രോൾ പമ്പിൽ നിന്നും മുല്ലൂർ സ്വദേശിയുടെ ബൈക്ക് മോഷ്ടിച്ച കേസിൽ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി പിടിയിൽ. പൊന്നോത്ത് വീട്ടിൽ ഫൈസലിനെയാണ് ഉല്ലൂർ പോലീസ് പാലക്കാട് നിന്നും പിടികൂടിയത്. പ്രതിക്ക് അമരശ്ശേരി, വെള്ളായിൽ, കോഴിക്കോട് ടൗൺ, കളമശ്ശേരി എന്നീ സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള 6ഓളം കേസുകളുണ്ട്. വരന്തരപ്പള്ളിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. പെട്രോൾ പമ്പിന് സമീപത്ത് പ്രധാന റോഡിലാണ് പൈപ്പ് പൊട്ടിയത്. ഇതോടെ വരാക്കര പള്ളിക്കുന്ന് പ്രദേശത്തേക്കുള്ള പമ്പിംഗ് നിർത്തിവെച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് തോട്ടുമുഖം പമ്പ് ഹൌസിലെ പ്രധാന ജലവിതരണ പൈപ്പ് പൊട്ടിയത്. കിഫ്ബി ഏറ്റെടുത്ത റോഡിന്റെ ടാറിംഗ് തകർന്ന് ഗർത്തം രൂപപ്പെട്ട നിലയിലാണ്. പൈപ്പ് പൊട്ടിയത് മൂലമാണ് 2 ദിവസം മേഖലയിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ സാധ്യതയായത്. 50 വർഷത്തോളം പഴക്കമുള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാത്തതാണ് ഇടയ്ക്കിടെ തകരാറുകൾ സംഭവിക്കാൻ കാരണം. നിരവധി തവണ പരാതി നൽകിയിട്ടും പൈപ്പ് മാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല.
പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച കോഴികളെ തെരുവുനായ്ക്കൾ കൊന്നൊടുക്കിയ സംഭവത്തിൽ രൂക്ഷമായ പ്രതിഷേധം. വെള്ളിയാഴ്ച രാത്രിയിലാണ് 30 കോഴികളെ നാലമ്പലത്തിനകത്ത് തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. ദേവസ്വം അധികൃതർക്ക് വീഴ്ച സംഭവിച്ചതായി ഭക്തർ ആക്ഷേപമുന്നയിച്ചു. പൂവൻ കോഴികൾ പഴയന്നൂർ ഭഗവതിയുടെ വാഹനമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത്, തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയതോടെ നാട് തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക്. പ്രചരണം ആരംഭിച്ചതിന്റെ ആദ്യ ഞായറാഴ്ച സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കാണുന്നതിന്റെ തിരക്കിലാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് നിർദ്ദേശം. വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതും സ്വകാര്യതയെ ഹനിക്കുന്നതുമായ പ്രചരണം പാടില്ല. ജാതി മതവികാരങ്ങൾ മുതലെടുത്ത് വോട്ട് പിടിക്കുന്നതും കുറ്റകരമാണ്. കുഴൂർ പഞ്ചായത്തിലെ 11ാം വാർഡിൽ LDFിൽ ധാരണയായില്ല. ഇതോടെ CPM CPI നേതാക്കൾ സ്വയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങി. നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ഷിജി യാക്കോബ് CPM നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം വീടുകളിലെത്തി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. AIYF മാള മണ്ഡലം പ്രസിഡന്റ് രമ്യ ശ്രീജേഷിന്റെ പോസ്റ്ററുകൾ CPI നേതാക്കളും പ്രചരിപ്പിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കപ്പെടുന്നുണ്ടോ എന്നറിയാനായി നിരീക്ഷകരെ നിയമിച്ചു. തൃശൂരിൽ കില ഡയറക്ടർ A നിസാമുദ്ദീനാണ് പൊതുനിരീക്ഷകൻ. സ്ഥാനാർത്ഥികളുടെ ചെലവുകൾ നിരീക്ഷിക്കുവാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകരെ നിയമിച്ചിട്ടുണ്ട്. ഗുരുപവനപുരിയെ സംഗീത സാന്ദ്രമാക്കി 15 ദിവസം നീണ്ടുനിൽക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശീല ഉയർന്നു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായി ദേവസ്വം ഏർപ്പെടുത്തിയ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞ പ്രൊഫസർ പാൽക്കുളങ്ങര K അംബികാദേവിക്ക് സമർപ്പിച്ചു. തുടർന്ന് പുരസ്കാര സ്വീകർത്താവിന്റെ സംഗീത കച്ചേരി അരങ്ങേറി. തിങ്കളാഴ്ച ആരംഭിക്കുന്ന സംഗീതാർച്ചനയിൽ തുടക്കക്കാരും പ്രഗത്ഭരുമടക്കം 3000-ഓളം പേർ സംഗീതാർച്ചന നടത്തും. ഏകാദശി ദിവസമായ ഡിസംബർ 1 അർദ്ധരാത്രിയോടെ സംഗീതോത്സവത്തിന് സമാപനമാകും. രൂപ കടം കൊടുത്തത് തിരികെ ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ വീട് കയറി ആക്രമണം നടത്തിയ കേസിൽ 4 പ്രതികൾ അറസ്റ്റിൽ. അന്തിക്കാട് സ്വദേശി താണ്ടിയേക്കൽ നവീനെ ആക്രമിച്ച കേസിലാണ് നടപടി. പുത്തൻപീടിക സ്വദേശികളായ പള്ളത്തി വീട്ടിൽ രാകേഷ്, പുളിക്കൽ വീട്ടിൽ സന്തോഷ്, യദുകൃഷ്ണൻ, ശിവനന്ദനൻ എന്നിവരാണ് അറസ്റ്റിലായത്. നാട്ടിക പുത്തൻതോടിന് സമീപം കാർ ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. ബാംഗ്ലൂർ സ്വദേശി ആചാര്യ വീട്ടിൽ ഹാരിഷ്, ഭാര്യ ബിസ്മി ഹാരിഷ്, കരുനാഗപ്പള്ളി രാജ്ഭവൻ വീട്ടിൽ ഗിരീഷ്, ഭാര്യ ആർഷ, മോണി എന്നിവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പത്തനംതിട്ടയിൽ നിന്നും ഗുരുവായൂരിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടമുണ്ടായത്.
ജില്ലാ പഞ്ചായത്തിലേക്ക് 7 ഡിവിഷനുകളിൽ കൂടി NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പീച്ചി, ആമ്പല്ലൂർ, കൊടകര, പറപ്പൂക്കര, ചേർപ്പ്, അന്തിക്കാട്, മുല്ലശ്ശേരി ഡിവിഷനുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. മുല്ലശ്ശേരിയിൽ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു NDA സ്ഥാനാർത്ഥിയാകും. പ്രശസ്ത ശാസ്ത്രജ്ഞൻ നാട്ടിക സ്വദേശി ഡോക്ടർ ആലപ്പുഴ രാമൻ സുബ്രഹ്മണ്യൻ അമേരിക്കയിലെ അരിസോണയിലുള്ള വസതിയിൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്ന് 1ാം റാങ്കോടെ PG ബിരുദം നേടിയ അദ്ദേഹം ആറ്റോമിക് എനർജി സ്ഥാപനമായ ട്രോംബെ ആറ്റോമിക് എനർജിയിൽ ശാസ്ത്രജ്ഞനായാണ് സേവനം ആരംഭിച്ചത്. നിരവധി ഗവേഷണ പ്രബന്ധങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുന്നയൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് അശാസ്ത്രീയമായാണ് നവീകരിച്ചതെന്നാരോപിച്ച് മേഖലയിലെ വിവിധ ക്ലബ്ബുകൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. കറുത്ത തുണികൊണ്ട് വായ് മൂടിക്കെട്ടിയാണ് അംഗങ്ങൾ സമരത്തിൽ പങ്കാളികളായത്. വിവിധ ക്ലബ്ബ് പ്രതിനിധികളായ TA ഷാഹിദ്, മിർഷ്ഫാദ്, മൊയ്തു, ജംഷാദ്, അനീസ്, സുഹാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 1 കോടി രൂപ ചെലവഴിച്ച് പുനർനിർമ്മാണം നടത്തിയ ഗ്രൗണ്ട് കഴിഞ്ഞ മാസം 27-ാം തീയതി മന്ത്രി V. അബ്ദുറഹ്മാനാണ് ഉദ്ഘാടനം ചെയ്തത്. എരുമപ്പെട്ടി ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം ഓട്ടോറിക്ഷയിടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. പഴവൂർ സ്വദേശി മോഹനനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ വിവിധ റോഡുകളിൽ നിന്നുള്ള വെള്ളം നെട്ടിശ്ശേരി ധർമ്മശാസ്ത്ര ക്ഷേത്രം റോഡിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. വെള്ളം ഒഴുക്കിവിടുന്നത് മൂലം റോഡ് തകർന്നതായി ഭക്തജന കൂട്ടായ്മ ആരോപിച്ചു. KK ഉണ്ണികൃഷ്ണൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. E. സതീഷ് അധ്യക്ഷത വഹിച്ചു. U. മോഹൻദാസ്, അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആ സമയത്ത് കോർപ്പറേഷൻ MP ഫണ്ട് ഇതിലെന്തെങ്കിലും തടസ്സം വന്നാൽ കോർപ്പറേഷൻ കയ്യിൽ വിരിച്ചു തരുന്ന പറഞ്ഞു. കോർപ്പറേഷൻ അധികാരികൾ മേയറുടെ ചേംബറിൽ നടന്ന നവീകരണ പ്രവൃത്തി വന്നു. ഈ നവീകരണ പ്രവൃത്തി വരുന്നതിൻ്റെ ഇടയിൽ കോർപ്പറേഷൻ ടാറിങ്ങിനോ കയ്യിൽ വിരിക്കുന്നതിനോ അനുമതിക്ക് ചോദിച്ചു സമിതിക്ക് കിട്ടി. എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്, അതായത് ടാറിങ്ങുണ്ടെങ്കിൽ ഇരുവശങ്ങളിലും കാനം. കോൺഗ്രസ് എരുമപ്പെട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നെല്ലുവായിൽ പ്രവർത്തനം ആരംഭിച്ചു. KPCC സെക്രട്ടറി O. അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, നേതാക്കളായ MK ജോസ്, PS സുനീഷ്, TK ദേവസി, അജു നെല്ലുവായി തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആകെയുള്ള 16 സീറ്റിൽ 12 CPM-ഉം 4 സീറ്റിൽ CPI മത്സരിക്കും. സ്ഥാനാർത്ഥികൾ തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് LDF നേതാക്കൾ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ PS സുധീർ, ചെയർമാൻ അഡ്വക്കേറ്റ് ശ്രേയസ് ചെരിയനത്ത്, ഡിവിഷൻ സെക്രട്ടറി CK ഗിരിജ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയനാണ് പ്രഖ്യാപനം നടത്തിയത്. AC മൊയ്തീൻ MLA സ്ഥാനാർത്ഥികളെ ഷാളണിയിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഗിജ സുമേഷ്, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KM നൌഷാദ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി UV ഗിരീഷ് എന്നിവരാണ് മത്സരരംഗത്തുള്ള പ്രമുഖർ. തെരഞ്ഞെടുപ്പ് പോലെ മുറുകുന്നതിനിടയിലും തിരുവില്ലാമല പഞ്ചായത്തിൽ നാടകീയ രംഗങ്ങൾ. 17-ാം വാർഡിൽ ഇപ്പോഴത്തെ 13-ാം വാർഡ് കുണ്ടുപറമ്പ് ഉന്നതിയിൽ നിന്നും മുൻ പൊതുപ്രവർത്തകരും ഇടതുപക്ഷ സഹയാത്രികനുമായിരുന്ന സുരേഷ് കോൺഗ്രസിൽ ചേർന്നു. വരും ദിവസങ്ങളിൽ 40-ൽ പരം ഇടതുപക്ഷ അനുയായികൾ സുരേഷിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിലേക്ക് വരുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാമു മലവട്ടം അറിയിച്ചു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ഗോപാലകൃഷ്ണൻ സുരേഷിനെ ഷാളണിയിച്ച് സ്വീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് KG സന്തോഷ്, U. അബ്ദുള്ള എന്നിവർ സന്നിഹിതരായിരുന്നു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ കടവല്ലൂർ അന്യോന്യത്തിന് തിരിതെളിഞ്ഞു. ഇനിയുള്ള 10 നാൾ കടവല്ലൂർ ദേശം വേദമന്ത്രധ്വനികളാൽ മുഖരിതമാകും. തിരുനാവായ യോഗത്തിലെയും തൃശ്ശൂവപേരൂർ യോഗത്തിലെയും വേദപണ്ഡിതർ തമ്മിൽ നടക്കുന്ന ഋഗ്വേദ വേദ പരീക്ഷയായ കടവല്ലൂർ അന്യോന്യത്തിന്റെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഓൺലൈനായി നിർവഹിച്ചു. മനുഷ്യകുലത്തിന്റെ അമൂർത്ത സംസ്കാര പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച നമ്മുടെ വേദപാരായണങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ പാരമ്പര്യത്തെ സംരക്ഷിക്കുവാനും പ്രചരിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഗവർണർ പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ കെ പി അജയൻ, കെ കെ സുരേഷ് ബാബു, അന്യോന്യ പരിഷത്ത് പ്രസിഡന്റ് വടക്കമ്പാട്ട് നാരായണൻ, സെക്രട്ടറി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് രാജേഷ് ചേർത്തലയും സംഘവും അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ വിസ്മയം അരങ്ങേറി. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ തമ്പുരു ഗുരുവായൂരിലെത്തി. ഇനിയുള്ള 15 ദിനരാത്രങ്ങൾ ഗുരുഭവനപുരി സംഗീത സാന്ദ്രമാകും. ചെമ്പൈ സ്വാമികൾ ഉപയോഗിച്ചിരുന്ന തമ്പുരു വിളംബര ഘോഷയാത്രയായി അലങ്കരിച്ച വാഹനത്തിലാണ് ഗുരുവായൂരിലെത്തിച്ചത്. പാലക്കാട് കോട്ടായിലെ ചെമ്പൈയുടെ ഭവനത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് കിഴക്കേ നടയിലെ സത്രം ഗേറ്റിലെത്തിയത്. ചെമ്പൈയുടെ കുടുംബാംഗം ചെമ്പൈ സുരേഷിൽ നിന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചേർന്ന് തമ്പുരു ഏറ്റുവാങ്ങി. ചെമ്പൈ സംഗീതോത്സവം കഴിയുന്നതുവരെ തമ്പുരു സംഗീത മണ്ഡപത്തിലുണ്ടാകും. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണഗീതി ദിനം ആഘോഷിച്ചു. സാംസ്കാരിക സമ്മേളനം കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. ഇടയ്ക്ക കലാകാരൻ VM സുധാകരന് മാനവേദ സുവർണമുദ്രയും, കൃഷ്ണനാട്ടം വേഷം കലാകാരൻ KM മനീഷിന് വാസു നെടുങ്ങാടി എൻഡോമെന്റ് സുവർണമുദ്രയും സമ്മാനിച്ചു. സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയുമ്പോൾ ചിലരുടെ പേരുകൾ ചർച്ചയാവുകയാണ്. പേരിലെ അപൂർവത തന്നെയാണ് ഇവരെ ശ്രദ്ധേയരാക്കുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പെരുന്തോട് വാർഡിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പേര് വിചിത്രൻ എന്നാണ്. പുരാണത്തിലെ ഒരു കഥാപാത്രത്തിന്റെ പേരാണ് അച്ഛൻ തനിക്ക് നൽകിയതെന്ന് വിചിത്രൻ ഓർമ്മിക്കുന്നു. പ്രചരണ രംഗത്ത് വ്യത്യസ്തമായ പേര് തുണയാകുന്നുണ്ടെന്നാണ് റിട്ടയർഡ് SI ആയ ഇദ്ദേഹത്തിന്റെ പക്ഷം. എറിയാട് പഞ്ചായത്തിലെ 7ാം വാർഡ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സർത്താജിന് പേരിലെ വ്യത്യസ്തത പാരയായിട്ടുള്ള കഥയും പറയാനുണ്ട്. പഠനകാലത്ത് ക്ലാസ് മുറികളിൽ അധ്യാപകരുടെ നോട്ടപ്പുള്ളിയാകാൻ ഈ പേര് കാരണമായിട്ടുണ്ടെന്ന് സർത്താജ് പറയുന്നു. സേനാനായകൻ, കിരീടം എന്നിങ്ങനെയാണ് തന്റെ പേരിന്റെ അർത്ഥമെന്നും സർത്താജ് വിശദീകരിക്കുന്നു. എടവിലങ്ങ് പഞ്ചായത്തിലെ 8ാം വാർഡ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പേര് സല്ലാപൻ എന്നാണ്. പേരിലെ സവിശേഷതയ്ക്കപ്പുറം വോട്ടർമാരുടെ മനസ്സിൽ പേരെഴുതി ചേർക്കാമെന്ന പ്രതീക്ഷയിലാണ് ഈ സ്ഥാനാർത്ഥികൾ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. 2.5 ലിറ്ററോളം ചാരായവുമായി കല്ലൂർ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലൂർ മാവിൻചുവട് സ്വദേശി തെങ്ങിൽ വീട്ടിൽ റജിയെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2005-ൽ ചാരായം മാറ്റിയ കേസിൽ ഇയാളെ പിടികൂടിയിരുന്നു. പുതുക്കാട് SHO ആദം ഖാൻ, SI N പ്രദീപ്, പ്രൊബേഷൻ SI വിഷ്ണു തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 1985 വർഷത്തിൽ അരിമ്പൂർ ഹൈസ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ 2ാമത് സംഗമം നടന്നു. കൂട്ടായ്മ പ്രതിനിധി ബിന്ദു ഹരി അധ്യക്ഷത വഹിച്ചു. 6 ഡിവിഷനുകളിലായി പഠിച്ചിറങ്ങിയ 150ഓളം പേരുടെ സംഗമമാണ് നടന്നത്. സംഘാടക സമിതി കൺവീനർ PS സന്തോഷ്, VM ഷാജു, VS മനോജ്, PV അജിത തുടങ്ങിയവർ പങ്കെടുത്തു. കാതരേ
പറപ്പൂർ സെന്റ് ജോൺ നിബിംസാൻ ദേവാലയത്തിലെ തമുക്ക് തിരുനാളിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് ദേവാലയ അധികൃതരുടെയും പോലീസ് സേനയുടെയും സംയുക്ത യോഗം നടന്നു. ഇടവക വികാരി ഫാദർ സെബി പുത്തൂർ അധ്യക്ഷത വഹിച്ചു. പേരാമംഗലം SHO KC രതീഷ്, തിരുനാൾ കമ്മിറ്റി കൺവീനർ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ AT ആഗസ്റ്റി, CD ജോസൻ തുടങ്ങിയവർ സംസാരിച്ചു. 21, 22, 23, 24 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളോട് സംഗമം സംഘടിപ്പിച്ചു. ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് CA ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഫാദർ KA മാർട്ടിൻ, എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണയങ്ങാടൻ, ജെയിംസ് മുട്ടിക്കൽ, ഡോക്ടർ KP നന്ദകുമാർ, CB അജിത് തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ സിദ്ധാർത്ഥ് ഭരതന് ജന്മനാട്ടിൽ സ്വീകരണം നൽകി. എങ്കക്കാട് നടന്ന സ്വീകരണ ചടങ്ങ് സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. അഭിനേതാക്കളായ നിഷാന്ത് സാഗർ, ഷൈൻ ടോം ചാക്കോ, ദിനേശ് പ്രഭാകർ, ബിജീഷ് ശ്രീകുമാർ, സംവിധായകൻ റഷീദ് പാറയ്ക്കൽ, കഥാകൃത്ത് സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടു. CPM 24 സീറ്റുകളിലും CPI 22 സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത്. മറ്റ് ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകിയിട്ടില്ല. നിലവിലുള്ള നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PN രാമദാസ്, മുൻ കൌൺസിലർമാരായ MS വിനയകുമാർ, റസോജ ഹരിദാസ്, അഡ്വക്കേറ്റ് CP രമേശൻ, MK സഹീർ, PG നൈജി, മുൻ CPM ഏരിയ സെക്രട്ടറി VK ബാലചന്ദ്രൻ, DYFI ബ്ലോക്ക് പ്രസിഡന്റ് KK ഹാഷിഖ്, CDS ചെയർപേഴ്സൺ ശ്രീദേവി തിലകൻ തുടങ്ങിയവർ CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. നിലവിലുള്ള കൌൺസിലർ VB രതീഷ്, മുൻ വൈസ് ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, മുൻ കൌൺസിലർമാരായ EC അശോകൻ, PO ദേവസി, KM രതീഷ്, മുൻ മേത്തല പഞ്ചായത്ത് അംഗം ലാല ബോസ്, CPI ജില്ലാ കമ്മിറ്റി അംഗം PP സുഭാഷ് തുടങ്ങിയവർ CPI സ്ഥാനാർത്ഥികളാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് KK ഹസീന അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് ഷൈനി ആന്റോ, ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപിക രതി ദേവി, PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ, ഇബ്രാഹിംകുട്ടി, LP സ്കൂൾ PTA പ്രസിഡന്റ് നിത്യ സിബിൻ തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളുടെ സ്മൃതി ഗ്രൂപ്പിൽ ഞാനുണ്ട് കേട്ടോ. ഞാൻ ഫുള്ളൊന്നും കാണാറൊന്നുമില്ല, കേൾക്കാറൊന്നുമില്ലെങ്കിലും ഇടയ്ക്കൊക്കെ നോക്കും. അപ്പൊ ഇന്നലെ ഞാനിങ്ങനെ നോക്കിയപ്പോ അതില് ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മകൻ ആത്മഹത്യ ചെയ്തതാണെന്ന സൂചന. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു കുടുംബം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച ഇരിങ്ങാലക്കുടയിൽ തുടക്കമാകും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ 8,500ഓളം മത്സരാർത്ഥികൾ ഭാഗമാകും. തൃശൂരിൽ ക്യാമറ ഷോപ്പിൽ നിന്നും 14 ലക്ഷം രൂപ വില വരുന്ന ക്യാമറകൾ മോഷ്ടിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. മാനന്തവാടി സ്വദേശി ഫൈസലാണ് പിടിയിലായത്. വരന്തരപ്പള്ളിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. വരാക്കര പള്ളിക്കുന്ന് പ്രദേശത്തേക്കുള്ള പമ്പിംഗ് നിർത്തിവെച്ചു.
പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച കോഴികളെ തെരുവുനായ്ക്കൾ കൊന്നൊടുക്കിയ സംഭവത്തിൽ രൂക്ഷമായ പ്രതിഷേധവുമായി ഭക്തജനങ്ങൾ. ദേവസ്വം അധികൃതർക്ക് വീഴ്ച സംഭവിച്ചതായി ഭക്തർ. ഈ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.